സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി തോരൻ റെസിപ്പി നോക്കിയാലോ. നമുക്ക് ദോശയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു തോരനാണിത്. നിങ്ങൾക്ക് തക്കാളി ഇഷ്ടമല്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ തോരൻ ഇഷ്ടപ്പെടും. നമുക്ക് റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടെ അമർത്തണം. അപ്പോൾ ഞാൻ പുതുതായിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം. നിങ്ങൾക്ക് തക്കാളിയുടെ പുളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എടുത്താൽ മതി. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് പിഴിഞ്ഞെടുക്കാം. നല്ല പുളിയുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു തവണയും കൂടി നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ തക്കാളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ തിരുമിയതോടെ എടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. തേങ്ങയുടെ പാലൊക്കെ ഒന്ന് ഇറങ്ങി നമ്മുടെ തോരന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ്റെ മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കാം. ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് വെള്ളം പറ്റിയിട്ടില്ല. നമുക്ക് ഒരു കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയൊന്ന് ചെറുതായിട്ടൊന്ന് വെന്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മുട്ടയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് തുറന്ന് വെച്ച് വേവിക്കാം.
ഇപ്പം നമ്മുടെ തക്കാളി തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മുട്ടയും വെളിച്ചെണ്ണയൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മുടെ തോരന് സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബി സേഫ് ആൻഡ് ബി ഹാപ്പി.